സ്ത്രീകൾക്കു നേരെ നടന്ന അതിക്രമ കേസുകളിൽ കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്ന അപൂർവമായ കുറ്റം ആരോപിക്കപ്പെട്ട നടി ആക്രമണ കേസിൽ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വിചാരണ കോടതി വിധിയോടെ ദിലീപ് സമ്പൂർണ്ണ ആത്മവിശ്വാസത്തിലാവുകയാണ്. ഏത് കോടതിയിലും തന്റെ ഭാഗം ജയിക്കുമെന്ന വിലയിരുത്തലിലാണ് ദിലീപ്. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നതും ഇത് ഒന്നാം പ്രതി പൾസർ സുനി നടൻ ദിലീപിന് കൈമാറിയെന്നുമുള്ള പോലീസിന്റെ കണ്ടെത്തൽ കേസിലെ ഗൂഢാലോചനയ്ക്കുള്ള കൃത്യമായ തെളിവാണ്. ഈ ദിവസങ്ങളിൽ ദിലീപ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും വരുത്തി തീർത്തു. ഇതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി. ആശുപത്രിയിലെ ഈ വ്യാജരേഖകളടക്കം പ്രോസിക്യൂഷൻ ചർച്ചയാക്കി. പക്ഷേ ഇതൊന്നും അന്തിമ വിധിയിൽ പ്രതിഫലിച്ചില്ല. പൾസറിന്റെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ വഴിയാണ് ദൃശ്യങ്ങൾ ദിലീപിന് നൽകിയതെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇതിന് 1.5 കോടി രൂപയാണ് പ്രതിഫലം നിശ്ചയിച്ചത്. കൃത്യത്തിന് ശേഷം കേസായാൽ നിയമ നടപടികൾക്കായി 3.5 കോടിയും നൽകാമെന്ന ഉറപ്പും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നടി ആക്രമണ കേസിൽ ജൂലൈ 10-ന് അറസ്റ്റിലായ ദിലീപ് 84 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ആ വർഷം ഒക്ടോബർ 3-നാണ് പുറത്തിറങ്ങിയത്. 7.5 വർഷത്തോളം വിചാരണ തടവിലായിരുന്ന ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് പുറത്തിറങ്ങാൻ സാധിച്ചത്. വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുനിയുടെ ജാമ്യം. ഇത് കഴിഞ്ഞുള്ള ശിക്ഷാകാലം പൾസർ സുനിക്ക് ഇനി ജയിലിൽ കിടന്നാൽ മതി. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് നേരിട്ട് തെളിവുകളുള്ള കേസാണിത്. രേഖാപരവും ഡിജിറ്റലും ശാസ്ത്രീയവുമായ തെളിവുകൾ ഇതിലുണ്ട്. നടിയെ ആക്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രതികൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. നിങ്ങളെ ആക്രമിക്കാൻ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതികൾ ഇരയോട് പറഞ്ഞതിനും തെളിവുണ്ട്. ഇത് മാഡത്തിന്റെ കൊട്ടേഷൻ ആണെന്നും പറയുന്നു. ഈ മാഡം മറഞ്ഞിരിക്കുന്നതാണ് ഗൂഢാലോചനാവാദത്തെ അപ്രസക്തമാക്കുന്നത്. 2015-ൽ പൾസർ സുനിക്ക് 1.10 ലക്ഷം രൂപയും കേസിലെ പ്രധാന സാക്ഷികളിലൊരാളായ നടൻ നാദിർഷ വഴി 30,000 രൂപയും ദിലീപ് കൈമാറിയതിന്റെ തെളിവുകൾ കിട്ടിയതാണ്. ഇത് കൊട്ടേഷൻ പണമിടപാടുകളുടെ അഡ്വാൻസ് ആണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇത്തരം കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും കോടതിക്ക് മുന്നിലെത്തി. അപ്പീൽ ഘട്ടത്തിൽ ഇതെല്ലാം ചർച്ചയാകും. പ്രതികൾ നടത്തിയ ആക്രമണം അവർ തന്നെ വീഡിയോയിൽ പകർത്തിയത് തങ്ങളെ അതിന് നിയോഗിച്ചവർക്ക് കൈമാറാനാണെന്നാണ് വ്യക്തം. മാഡത്തെക്കുറിച്ച് ഇരകളോടും പൾസർ പറഞ്ഞു. ഈ മാഡത്തെ കണ്ടെത്താത്തതുകൊണ്ട് മാത്രമാണ് കേസിൽ ദിലീപ് അടക്കം കുറ്റവിമുക്തരായത്. ആക്രമണ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടതിലെ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇക്കാര്യവും അപ്പീൽ കാലത്ത് ചർച്ചയാകും.